ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കിവിടെ ഒരു ഡ്രമ്മ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഡ്രം ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നോക്കിയപ്പോഴാണ് എൻ്റെ അപ്പച്ചൻ്റെ ഒരു മിനുക്കുപണിയാണ്. അങ്ങനെ ഒരു ഡ്രമ്മ് കാലിയായിട്ട് അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ആളെന്ത് ചെയ്തു, അതിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ലോട്ടസ് ഉണ്ടല്ലോ, താമരച്ചെടി, അത് വെച്ചു. അതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ട്. അപ്പോൾ ലോട്ടസ് പൂ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളിയല്ലേ? നാട്ടിലൊക്കെ ഒത്തിരി സ്ഥലമുള്ള കാരണം ഇങ്ങനെ വല്ല ഡ്രമ്മൊക്കെ കാലിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. ആളത് നെറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തിരിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് കുറേ കുരുകുരുന്ന് കുറേ മീനുകളുണ്ട്. അത് കിളികൾ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോണു. അപ്പോൾ ആളുടെ ഐഡിയ ആണ് അങ്ങനെ ഒരു നെറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്തു. അപ്പോൾ അത് മീനുകൾ നല്ല സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നല്ല അടിപൊളിയാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്തതായിട്ടോ, എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ട ഒരു സംഭവമാണ് കുരുമുളക് ചെടി. അത് ഒട്ടു കുരുമുളക്, ഒട്ടു തൈ എന്ന് പറയില്ലേ, അവർ ചട്ടിയിലാണ് വച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ചട്ടിയിൽ ഇത് വെക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട കുരുമുളകൊക്കെ ഉണ്ടായിട്ട് ഒത്തിരി കുരുമുളക് ഉണ്ടായി കിടക്കുന്നുണ്ട്. അടിപൊളി സംഭവമാണ്. നമുക്ക് സ്ഥലവും സ്പേസ് ചെയ്യാം. ചെടിയാണെങ്കിലും ഒത്തിരി വളരില്ല. കണ്ടോ, വീട്ടിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുകയും ചെയ്യും. നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് മണി പ്ലാന്റ്, എൻ്റെ വീട്ടിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികൾ, മണി പ്ലാന്റുകൾ. ഇത് കണ്ടോ, ഇത് കോവയ്ക്ക മരമാണ്. കോവയ്ക്ക, അതിനകത്ത് ഒത്തിരി കോവയ്ക്ക ഉണ്ടായി. ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവക്കക്കാർക്കൊക്കെ കൊടുത്ത്, കടയിൽ കൊടുത്തു, അങ്ങനെ ഒത്തിരി നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പല ടൈപ്പ് ചെടികളാണ്. എൻ്റെ മമ്മിക്ക് ഇച്ചിരി ചെടിയോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അങ്ങനെ പല ചെടികൾ ഇപ്പോൾ കുറേ കുറഞ്ഞു. ആദ്യമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്തോരം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു മമ്മിക്ക്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ടൈപ്പ് മണി പ്ലാന്റൊക്കെ. അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ, ഇലയുടെ വലിപ്പമൊക്കെ കണ്ടോ. ഇതാണ് മക്കളെ നമ്മുടെ വാഴയില അല്ലേ. നമ്മൾ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ 10 രൂപ കൊടുക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ നശിച്ചു പോണ കാണുമ്പോൾ ഹൃദയം മിടിക്കുക. വാഴയില. പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു മാവും തൈയാണ്. ഒത്തിരി മാങ്ങ ഉണ്ടായിട്ടുണ്ട്.